RSS പരിപാടിയിൽ പങ്കെടുത്ത വൈസ് ചാൻസലർമാർ മാപ്പ് പറയണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. VC-മാർക്കുണ്ടായത് ഗുരുതര വീഴ്ച. വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടി അംഗീകരിക്കില്ല. തീവ്ര വർഗീയത പറയുന്ന RSSന്റെ പരിപാടിയിലാണ് VC-മാർ പങ്കെടുത്തതെന്നും FB പോസ്റ്റിൽ പറയുന്നു. വിശദാംശങ്ങളുമായി ബിനിൽ ലീല സാബു ചേരുന്നു. ബിനിലെ, VC-മാർ ചെയ്തത് അതീവ ഗൗരവതരമായ കാര്യമെന്ന് വ്യാപകമായി വിമർശനം വരുന്നുണ്ട്. പ്രത്യേകിച്ച് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടപ്പാക്കുന്നു എന്ന ആക്ഷേപങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് ഉയരവേ ഇപ്പോൾ ഇതിൽ മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. മോഹൻ ഭാഗവത് പങ്കെടുത്ത പരിപാടി അത് ഇന്നലെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിലാണ് 3 VC-മാർ പങ്കെടുത്തത്. കേരള, അതോടൊപ്പം തന്നെ MG മലയാള സർവകലാശാലയുടെ VC-മാരാണ് അവിടെ ആ പരിപാടിയിൽ പങ്കെടുത്തത്. അവർ എത്തിയപ്പോൾ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രമടക്കം പുറത്തു വന്നു. അതിന് പിന്നാലെ രൂക്ഷ വിമർശനമാണ് പല കോണുകളിൽ നിന്നും വരുന്നത്. ഇന്ന് രാവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം, ഇത് മതേതര കേരളം ഗൗരവത്തോടെ കാരണം തീവ്ര വർഗീയത പറയുന്ന ആളുടെ പരിപാടിയിലാണ് 3 VC-മാർ പങ്കെടുത്തത്. മതേതര കേരളം ഗൗരവത്തോടെ കാരണം അതോടൊപ്പം തന്നെ ഇതിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ UDF-ലെ പാർട്ടികളിലെ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികളോ അതിൽ പ്രതികരിച്ച് കാണുന്നില്ല. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? അതിൽ ഒരു ഈ സർക്കാർ, UDF സർക്കാർ സംഘപരിവാറിന് അടിമപ്പെട്ടൊരു വിമർശനമാണ് ഉയർന്നത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഈ 3 VC-മാരും മാപ്പ് പറയണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് വർഗീയത പറയുന്ന ഒരാളാണ്, നേതാവാണ് മോഹൻ ഭാഗവത്. അങ്ങനെ ഈ അന്തസ്സുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകൾ VC-മാർ പങ്കെടുത്തത് ഒട്ടും യോജിച്ചതല്ല. അത് കേരളത്തിന്റെ വിദ്യാഭ്യാസ പാരമ്പര്യത്തിനും അന്തസ്സിനും യോജിച്ച ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ വർഗീയത ആര് പ്രോത്സാഹന നടപടി സ്വീകരിച്ചാലും അതിന് എതിരെയുള്ള ഒരു നിലപാടിലേക്ക് സ്വീകരിക്കുക എന്നാണ് VD സതീശൻ ഈ കുറിപ്പിൽ, ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും 3 VC-മാരും മാപ്പ് പറയണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും പ്രതിപക്ഷ വിമർശനം രൂക്ഷമായതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇക്കാര്യത്തിൽ വരുന്നത്.